കേരളത്തിലെ നാഗാരാധന പാരമ്പര്യം, ഈ നാഗകാവുകളിൽ എല്ലാം ഭംഗിയാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? അത് അറിയാൻ എന്താണ് മാർഗം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സന്തതി പരമ്പരകളുടെ ജനനത്തിനും സന്തതി പരമ്പരകളുടെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും ഐശ്വര്യ സമൃദ്ധിക്കുമായി പൂർവ പരമ്പര വിധിപ്രകാരം സ്ഥാപിച്ച് ആരാധിച്ചു പോകുന്ന സംഗതിയാണ് നാഗർ കാവുകൾ. അപ്പോൾ ഈ കാവുകളിൽ ചിലയിടങ്ങളിൽ വർഷത്തിലൊരിക്കൽ പൂജ എന്നുള്ള വിധാനമായിരിക്കും. തുലാമാസത്തിലെ ആയില്യമോ കന്നിമാസത്തിലെ ആയില്യമോ ഒക്കെയാകാം. മറ്റ് ചില സ്ഥലങ്ങളിൽ മാസത്തിലൊന്ന് പൂജ എന്നുള്ള ഒരു വിധാനം ഉണ്ടാകാം. നിത്യവും വിളക്ക് കാണിക്കുന്ന നാഗർകാവുകൾ ഉണ്ടാകാം, നിത്യവും വിളക്ക് വയ്ക്കുന്ന നാഗർകാവുകൾ ഉണ്ടാകാം, ലഘുനിവേദ്യം ഉണ്ടാക്കി സമർപ്പിക്കുന്ന നാഗർകാവുകൾ ഉണ്ടാകാം. ഇങ്ങനെ പല രീതിയിലാണ്. നാഗരാജാവും നാഗയക്ഷിയും നാഗകുലത്തെ പ്രതിനിധീകരിച്ച് ചിത്രകൂടക്കല്ലും പിന്നെ മണിനാഗം, ഇതൊക്കെയാണ് അവിടുത്തെ ദേവതാഭാവങ്ങൾ വരുന്നത്. ചുരുക്കം ചില നാഗർകാവുകളിൽ പാതാള സർപ്പം അല്ലെങ്കിൽ കരിനാഗമെന്ന സമ്പ്രദായവും കാണുന്നുണ്ട്. ഈ നാഗരാജാവ് എന്ന് പറയുന്നത് നാഗയോഗ കുണ്ടലിനി സമ്പ്രദായത്തിൽ ആരാധിക്കപ്പെടുന്ന ശിവൻ തന്നെയാണ്. നാഗയക്ഷി എന്നുള്ളത് ഈ നാഗയോഗ സമ്പ്രദായത്തിൽ ആരാധിക്കപ്പെടുന്ന ശക്തിയാണ്. ചിത്രകൂടം എന്ന് പറയുന്ന ചതുരാകൃതിയിൽ പെട്ടി പോലെ അതിൻ്റെ മുകളിൽ ഒരു കൂടാരമായി കാണപ്പെടുന്നത് നാഗകുലം അടങ്ങുന്നു എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഒരു പ്രതീകമാണ്. മണിനാഗം എന്ന് പറയുന്നത് നാഗലക്ഷ്മി രൂപമാണ്. മണിനാഗയക്ഷി എന്ന് പറയുന്നത് നാഗലക്ഷ്മിയാണ്. മണിനാഗദേവൻ ചിലടത്തുണ്ട്, അത് മഹാവിഷ്ണുവാണ്. ഇനി പാതാള സർപ്പം അല്ലെങ്കിൽ കരിനാഗം എന്ന് പറയപ്പെടുന്ന ഒരു ദേവതാ ഭാവമുണ്ട്. അത് വാസ്തവത്തിൽ ഭൈരവ സങ്കല്പം തന്നെയാണ്. അപ്പോൾ ഇഴഞ്ഞു നടക്കുന്ന പാമ്പുകളെ പറ്റിയല്ല സർപ്പാരാധനയിൽ നമ്മൾ പറയുന്നതെന്നും ഇതെല്ലാം തന്നെ പ്രപഞ്ച ചൈതന്യങ്ങളുടെ ഓരോ ആവിഷ്കാരങ്ങളാണെന്നുള്ള തത്വം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വർഷത്തിലൊരു പൂജ നടക്കുന്നയിടത്ത് ആയില്യമെന്ന് പറഞ്ഞാൽ ആ ആയില്യ നാളിൽ തന്നെ പൂജ ചെയ്യണം. കാലത്തിനും സമയത്തിനും വളരെ പ്രാധാന്യമുണ്ട്. മാസത്തിലൊരു പൂജ എന്നാണോ നിശ്ചയിച്ചിരിക്കുന്നത് അന്ന് കൃത്യമായിട്ട് നടക്കണം. നിവേദ്യം പരിശുദ്ധമായിരിക്കണം. നിവേദ്യം തയ്യാറാക്കുന്നതും പരിശുദ്ധമായ വിധത്തിലായിരിക്കണം. പുലർകാലം മുതൽ അതിൻ്റെ ശരിയായ രീതിയിൽ വിധാനപ്രകാരം നാഗപൂജാ ക്രമങ്ങളെല്ലാം പാലിച്ച് അതിൻ്റെ ആരാധനാ കർമ്മങ്ങൾ നടന്നിരിക്കണം. സർപ്പക്കാവിലെ ആരാധനകളുടെ ക്രമവും ചിട്ടയുമൊക്കെ വളരെ പ്രധാനമാണ്. ഏറ്റവും കൂടുതൽ സാന്നിധ്യ അനുഗ്രഹ വൈഭവം ഉള്ളത് നാഗർകാവുകളിലായതിനാൽ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം നിഷ്ഠ പാലിക്കണം. നിഷ്ഠയ്ക്ക് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഇനി നമുക്ക് സംശയങ്ങളും അസ്വസ്ഥതകളും അനുഭവങ്ങളിൽ പോരായ്മകളും കുറവുകളും പ്രയാസങ്ങളും ഇതിന് എന്തെങ്കിലും ദോഷഭാവങ്ങളുണ്ടോ എന്ന് സംശയമൊക്കെ തോന്നുകയാണെങ്കിൽ വിധിപ്രകാരം തന്നെ താമ്പൂല രാശി നടത്തേണ്ടതാണ്. ആ നാഗർകാവിൻ്റെ ഉടമസ്ഥതയുടെ നാമ നക്ഷത്ര ഭാവത്തിൽ തന്നെ താമ്പൂല രാശി നടത്തേണ്ടതാണ്. അത് ആ കാവിനുള്ളിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാവിനുള്ളിൽ കയറി അങ്ങനെ പ്രശ്നം വെക്കണം എന്ന് പറയുന്നതിലും ഒരു സാങ്കത്യമില്ല. ആ കാവിനെ സങ്കല്പിച്ച് കാവിൻ്റെ ഉടമസ്ഥതാ ഭാവത്തിലുള്ള ആളിൻ്റെ സാന്നിധ്യത്തിൽ ശരിയായി ചെയ്യപ്പെടുന്ന താമ്പൂല പ്രശ്നത്തിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാവുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുകയുമാണ് വേണ്ടത്.